നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു തത്വശാസ്ത്രം പഠനത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം വിശുദ്ധ തിരുവെഴുത്തുകൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു എന്നുള്ളതാണ്. പ്രവചന നിവൃത്തിയായിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്ത് എഴുന്നേറ്റു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം യാദൃച്ഛികമായി ഈ ഭൂമിയിൽ സംഭവിച്ച ഒന്നല്ല. നേരെ മറിച്ച് അത് ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി ഈ ലോകത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിന്റെ താളുകളിൽ ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വീണുപോയ ആദ്യ മനുഷ്യനായ ആദാമിനോട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് ഇപ്രകാരം ഒരു വാഗ്ദത്തം ചെയ്തു. അതാണ് ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പ്രോമിസ്, അതായത് വാഗ്ദത്തമായി നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജാതിയുടെ പിതാവായിരിക്കാണ് കൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നു. ആ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽ ഒരാളായിരുന്ന യഹൂദ മുഖാന്തരമായിട്ടാണ് വാസ്തവത്തില് കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 10-ൽ മുൻപ് കൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8 മുതൽ 16 വരെയുള്ള വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രക്ഷിതാവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കേണ്ടത് ദാവീദിന്റെ സന്തതിയായിട്ട് ദാവീദിന്റെ കുടുംബത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദാവീദിന്റെ മകനായിട്ടായിരിക്കും അവൻ ജനിക്കുന്നത്. യഹൂദ ഗോത്രത്തിലായിരിക്കും അവൻ ജനിക്കുന്നത്. അബ്രഹാമിന്റെ വംശാവലിയിലായിരിക്കും അവൻ ജനിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് ഏറ്റവും സുപ്രധാനമായതും ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള മറ്റൊരു വാഗ്ദത്തം. അതിങ്ങനെ വായിക്കുന്നുണ്ട്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോട് കൂടെ എന്നാണ് ആ പേരിന്റെ അർത്ഥം. കന്യകാസുതനായിട്ടാണ് യേശുക്രിസ്തു ജനിക്കാൻ പോകുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 740 വർഷം മുമ്പ് BC 740-ൽ ഇസ്രായേലിന്റെ രാജവീതികൾ നെടുകയും കുറുകയും നടന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു: കന്യകാസുതനായി യേശുക്രിസ്തു ജനിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. ഈ പ്രവാചക വാക്യം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ആവർത്തിച്ച് നൽകിയിരിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി മീഖാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 5-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ: നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഏറ്റവും ചെറിയവനായിരുന്നു എങ്കിലും നിന്നെ മേയ്പ്പാനുള്ളവൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ തന്നെ പുറപ്പെട്ട് വരും, അവന്റെ പുറപ്പാട് പണ്ടേയുള്ളത് എന്ന് മുൻപുകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഏത് രാജ്യത്ത് ഏത് പട്ടണത്തിലായിരിക്കും യേശു ജനിക്കുന്നത് എന്നാണ് ആ വാക്യഭാഗത്ത് പറയുന്നത്. ബേത്ലഹേം എഫ്രാത്ത്, അതായത് യഹൂദദേശത്തിലെ ബേത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തിലാണ് കർത്താവായ യേശു ജനിക്കുന്നത് എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇനി അതുകൂടാതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അവിടെ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവന് എപ്പോൾ ജനിക്കും, 2 അവൻ എങ്ങനെ ജനിക്കും, 3 അവൻ ആരുടെ മകനായി ജനിക്കും, 4 അവൻ എവിടെ ജനിക്കും, 5 അവന്റെ ജനത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് മുൻപുകൂട്ടി പ്രവാചക വരേണ്യന്മാർ കാലാകാലങ്ങളിലായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ട
വെളിപ്പാടുകളുടെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി എന്ന നിലയിലാണ് കാല സമ്പൂർണതയിൽ ഗലാത്യർ 4:4 വായിക്കുന്ന പോലെ കാലത്തിന്റെ തികവെങ്കിൽ കന്യകയുടെ സ്വതനായി നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ മനുഷ്യ അവതാരം ചെയ്തത്. ലോകത്തിൽ ഇതുപോലെ ജനിച്ച ഒരു പുരുഷ കേസരിയും നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്തിൽ ആരും ജനിക്കും മുമ്പ് തങ്ങളുടെ ജനനത്തിന്റെ കൃത്യമായ വിവരണം മുൻപ് കൂട്ടി ആരും തന്നെ ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് ഇത്തരം മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പഠന പരമ്പര നിങ്ങൾക്കേവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം ദൈവത്തിന്റെ വചനത്തിലെ പ്രവചനങ്ങളുടെ നിവർത്തി എന്ന നിലയിൽ തികച്ചും അത് സാധുതവും അത് അംഗീകാരയോഗ്യവും ആർക്കും വിശ്വസിക്കാൻ അനുധാവനം ചെയ്യുവാൻ കഴിയുന്നതുമായ ഒരു വിലയേറിയ സത്യമാണ്.